തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള തമിഴ് പേരവൈ സംഘടന ആവശ്യപ്പെട്ടു. തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് കേരള സർക്കാർ എന്തെല്ലാം നൽകണമെന്നും അനുവദിക്കണമെന്നുമുള്ള സേഫ് ഗാർഡ് നയങ്ങളുടെ ലംഘനമാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടാൻ ഇടയായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടതും ഈ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി നാളെ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ ഒരു ഹാളിൽ വെച്ചിട്ട് സിത്താര ഹാൾ പാലക്കാട് അവിടെ വെച്ച് ഞങ്ങളുടെ ആ ഹാളിൽ പങ്കെടുക്കുന്നവർ ഏകദേശം 800 പേര് അവിടെ പങ്കെടുക്കാം. വിദ്യാഭ്യാസം, ജോലി സംരക്ഷണം, PSC ചോദ്യപേപ്പറിന്റെ ഭാഷ, പാർപ്പിടം തുടങ്ങിയ എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകണമെന്ന് സേഫ് ഗാർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ തമിഴ് ഭാഷ ന്യൂനപക്ഷ സമുദായങ്ങൾ താമസിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന 20% പേർ തമിഴ് ഭാഷ ന്യൂനപക്ഷമാണ്. 50 സമുദായങ്ങൾ ഉൾക്കൊള്ളുന്ന തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കി. ഇത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം. അല്ലാത്തപക്ഷം തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുമെന്നും ഭാരവാഹികളായ A. ഷടഗോപാലൻ, മുത്തുകുമാർ, പേച്ചുമുത്തു, ഫാദർ ആൽബർട്ട് ആനന്ദ് രാജ്, മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.